കാലത്ത് എനിക്ക് എന്തൊരു മഴയാ. എന്തിനാ പൂച്ച കരയണ്? ഒക്കെ തിരുമ്പി കഴിഞ്ഞിട്ട് എവിടെ കൊണ്ടിട്ടാനാ? ഇന്നലെ ഇട്ടാനെ ഉണങ്ങി കിട്ടിയിട്ടില്ല. ഇന്നലെ രാത്രി പിടിച്ച മഴയാണ്. എന്താണ് മഴക്കാലം പോലെ കിടക്കണം. ഞാൻ എന്തായാലും പോട്ടെട്ടാ, എനിക്കിറങ്ങാൻ സമയമായി. നേരായില്ലേ? അതേ ഭക്ഷണമൊക്കെ ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. ഇനിയിപ്പോ ഇവിടെ നമ്മൾ കൊണ്ടുപോകണില്ല. ഞാന് പോണില്ലാന്നല്ലേ മോൻ പറഞ്ഞേ? പോണില്ലാന്ന് വെച്ചാലും മഴയാണെങ്കിലും പോവാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ അവിടെ നിന്ന് വിളിയൊക്കെ വരും. പിന്നെ ലീവ് അത് ഇത് എന്നിട്ട് വേറെ കുറെ തിരടിയാ. ഞാൻ എന്തായാലും പോയിട്ട് വരാം. വേണ്ട വേണ്ട, സമയമില്ല. ബസ് ചിലപ്പോ പോയി. ശരി, കടയില് ഭക്ഷണം കഴിച്ചിട്ടന്നെ ആ കുട്ടി പോയി. ഒന്നും കഴിക്കാണ്ട് പോയൊരു സമാധാനം ഉണ്ടാവും നമുക്ക്. ഒന്നും കഴിക്കാണ്ട് പോയാല് സമയാണെങ്കിൽ ചോറ് കഴിക്കാൻ പറഞ്ഞ ചോറ് കഴിക്കുമോ എന്താ എനിക്ക് തോന്നിയില്ല. അവൻ കഴിക്കുമൊന്നുമില്ല. നേരത്തെ എണിച്ചിട്ട് കെട്ടി എനിക്ക് ചോറൊക്കെ ആക്കി കൊടുക്കുമല്ലോ മോള്. ഇന്ന് എണിച്ചിട്ട് എന്നെ കാണാനില്ലല്ലോ. ഇനി അവൻ പോണ മുതൽ 6 മണിക്ക് എണിക്കണതല്ലേ. എണിച്ചിട്ടും ഇല്ല, ആളെ കാണാനില്ല. ഇനി അപ്പുറത്ത് മാത്രം ഉണ്ടോ എന്തോന്ന് അറിയില്ല. പോയി നോക്കട്ടെ. ഒരു ചായ പോലും എൻ്റെ കുട്ടിക്ക് കൊടുത്തിട്ടില്ലല്ലോ. എന്ത് പറ്റിയാവോ? ഇവിടെ മാത്രം ഉണ്ടോ? ബാത്റൂമിൽ മാത്രം പോയോ? അലക്കല്ല പല്ല് വെച്ചുണ്ടാവും ചിലപ്പോ. ഇവിടെ ഒന്നുമില്ലല്ലോ. പെൺകുട്ടിയുടെ റൂമ് തുറന്ന് നോക്കട്ടെ. നീ എണിച്ചിട്ടോ ഇല്ലയോ? ഇവിടെ കിടക്കുകയാണോ? ഞാൻ എണിച്ച് അപ്പുറത്തൊക്കെ പോയിട്ടുണ്ടാവും. കണ്ട് നോക്കല്ലേ. എന്താ പറ്റി? ഇന്ന് കെട്ടിയാൻ പോകുമ്പോ ചോറാക്കി കൊടുത്ത 6 മണിക്ക് എണിക്കുന്ന ആളല്ല. എന്താ പറ്റി സാരിക്കുട്ടി? എന്താ പറ്റി? നല്ല പനിക്കുണ്ടല്ലോ. എന്താ നല്ല പനിയുണ്ടല്ലോ? ഇതെന്താ നിനക്ക് നല്ല പനിയുണ്ടല്ലോ? അപ്പൊ പറയായിരുന്നില്ലേ? ഇല്ലമ്മ, ഇന്നലെ രാത്രിയൊക്കെ ഭയങ്കര പനിയായിരുന്നു. ഞാന് മാറുന്ന വിചാരിച്ചു. അപ്പൊ മോനക്ക് അറിയില്ല നീ പോണത് പനിയുള്ളത്? ശ്രദ്ധിച്ചെന്നറിയില്ല. ഇക്ക പോയിണ്ടായിരുന്ന? ഇക്ക പോയി. ചോറ് കൊണ്ടുപോയില്ല. ചായ പോലും കുടിക്കാൻ നേരമില്ല. അമ്മ എനിക്ക് നേരമായി എന്നിട്ട് പാവം ഉറങ്ങി ഓടി. നല്ല മഴയുണ്ട്. എന്താ നീ എണിച്ച് അപ്പുറത്ത് പോയിട്ടുണ്ടാവുന്ന വെച്ചിട്ട് അലക്കലിന്റെ അടിയൊക്കെ പോയി നോക്കുക. അല്ലെങ്കിൽ 6 മണിക്ക് എണിച്ച് നിസ്കരിച്ചിട്ട് അടുക്കളയ്ക്ക് വരുന്ന ആളല്ലേ. നല്ല ചൂടുണ്ടല്ലോ. പനിയായിരുന്നു രാത്രിയൊക്കെ. നല്ല ചൂട്, നല്ല പൊള്ളണ പോലെ ഉണ്ട് പനി. അപ്പൊ ഒന്ന് വിളിക്കായിരുന്നില്ലേ നിനക്ക് തന്നെ? അറിയാനുള്ള സമയമൊന്നും കിട്ടിയിരുന്നു. വൈകുന്നേരം ഇങ്ങനെ തണുത്ത് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു പാരസെറ്റാമോള് കഴിച്ചാൽ ശരിയാന്ന് വെച്ചിട്ടാണ് അത് കഴിച്ചിട്ട് കിടന്നത്. അപ്പൊ രാത്രിയൊക്കെ പനി. ഷെബിക്കാന്റെ അടുത്ത് ഞാൻ പറഞ്ഞതാ പനിക്കുന്ന പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോണ്ട് അത് അതിന് പകരം ഉണ്ടെന്ന് വെച്ചിട്ട് താഴത്ത് ഇറങ്ങിക്കിടക്കുന്നു. അതിലെനിക്ക് ഒരുപാട് വിഷമായി. ഞാൻ പിന്നെ ശരിയെന്ന് വെച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു മരുന്നും കഴിച്ച് കിടന്നു. പക്ഷെ പനിയൊന്നും കുറഞ്ഞില്ല. ഭയങ്കര തലക്കനം പോലെയൊക്കെ. അതാണ് നേരം വൈകിയത്. അതമ്മ എനിക്ക് നേരം വൈകിയത്. ഞാൻ നിക്കണം വിചാരിച്ചു, പക്ഷെ പറ്റണുണ്ടായിരുന്നില്ല. അത് കുഴപ്പമില്ല. പനിച്ച് തുമ്മാതിരി പനിക്കുമ്പോ പിന്നെ നീ എങ്ങനെ എണിക്കാനാ? ഇന്നൊന്നും വിളിക്കായിരുന്നില്ലേ എന്നാ പറഞ്ഞേക്കണേ. എന്നും പതിവ് നീയല്ലേ എണിച്ചെല്ലാം ചെയ്യണത്. അതാണ് ഉമ്മ ഇന്ന് നേരം ഇത്തിരി വൈകി. മോനിക്ക് അത് കാരണം ഒന്നും കൊടുത്തേക്കാനും പറ്റിയില്ല. ഇപ്പൊ ഡോക്ടർക്ക് കൊണ്ടുപോകാൻ ഞാനേ ഉപ്പാനോടൊന്ന് പറയട്ടെ. ഇങ്ങനെ വെച്ചോണ്ടിരിക്കണ്ട. നല്ല പനിക്കുണ്ട്. വേണ്ട, കുഴപ്പമില്ല. ഡോക്ടറിന്റെ അടുത്തേക്ക് പോകാൻ മാത്രമൊന്നുമില്ല. നല്ല പനിക്കണ്. ഡോക്ടർക്ക് പോകാൻ നീ അങ്ങനെയൊന്നും കിടക്കണ കുട്ടിയല്ലല്ലോ. നല്ല പനിച്ചിട്ട് മുഖമൊക്കെ നോക്കിയേ. മോള് മെല്ലെ എണിച്ചിട്ടൊന്ന് പോയി പല്ല് കഴിക്കാൻ നോക്കും. ഞാൻ ഉപ്പാനോടെ ഒന്ന് ഡോക്ടർക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കട്ടെ. വണ്ടിയിൽ ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ വണ്ടിയിൽ പോവാ, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ച് പോവാൻ നോക്കാം നമുക്ക്. ആശുപത്രിക്കൊന്നും പോകണ്ടമ്മ. ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ടൊരു ഗുളികയും കഴിച്ച് കിടന്നാല് അതങ്ങനെ ഡോക്ടറെ കാണേണ്ടി വരൂലേ? അങ്ങനെ പറയല്ല കുട്ടി. ഇന്നലെ രാത്രി എടുത്തിട്ട പോലെ കണ്ടില്ല മാതിരി പനിച്ചിക്കണ്. മുഖ്യ മുഖമൊക്കെ. ഇനി വൈകുന്നേരം ആകാതെ പനി കൂടിപ്പോയാലോ? അവനും കൂടി ഇല്ലാത്താണ്. അതേതാ ഉപ്പാടത്തെ ബൈക്കിലിരിക്കാൻ പറ്റുകയാണെങ്കിൽ മോള് ബൈക്കിൽ പോവാം, അല്ലെങ്കിൽ വല്ല ഓട്ടോ പിടിച്ചിട്ട് പോവാൻ നോക്കാം നമുക്ക്. അല്ലാണ്ട് വെച്ചോണ്ടിരുന്നാൽ ശരിയാവില്ല. നോക്കിയാൽ നല്ല വെട്ടി പൊളിക്കണ പോലെ ഉണ്ട് പനി. ഞാൻ വെച്ചൊന്ന് ഉപ്പാരെടുത്ത് പറയട്ടെ.
ആ നിങ്ങളിവിടെ ഇരിക്കണോ? ചായ കുടിച്ചിട്ടില്ലല്ലോ. നല്ല ചായ കൊണ്ട് വെച്ചേരാ. അല്ല സാരി കുട്ടിക്ക് നല്ല പനിക്കണോ? കുട്ടിനെ 6 മണിക്ക് എണിക്കണ കുട്ടിയല്ലേ, കാണാനില്ല പറഞ്ഞിട്ട് അവിടെയൊക്കെ പോയി നോക്കുക. പുറത്താവും പറഞ്ഞിട്ട് നോക്കുമ്പോഴേ നല്ല മൂടി പുറച്ച് കിടക്കണം, നല്ല പനിക്കുണ്ട്. നിങ്ങളൊന്ന് ഡോക്ടർക്ക് കൊണ്ടുപോ. ചായ തിളപ്പിച്ചിട്ട് വരാം നിങ്ങൾക്ക് കുടിക്കാൻ. ഏത് ഡോക്ടർ? നിങ്ങൾ ഇവിടെ വലിയ ആസ്പത്രിക്ക് തന്നെ. അതെന്താ അമലയിലേക്ക് പോയാല്? അത് ഇവിടെ അടുത്തല്ലേ. ആ ഹോസ്പിറ്റലിൽ പോയാൽ എളുപ്പമല്ല. എന്താ വെച്ചാൽ ഇംഗ്ലീഷിലും ബോർഡ് എഴുതിച്ചിരുന്നോടെ. അത് അവിടെ നിന്നാണ് ഞാൻ പോയിട്ട് ഇതേപോലെ ഞാൻ പോയിട്ട് അവിടെ കാണിച്ചപ്പോൾ ഇംഗ്ലീഷിൽ എഴുതിക്കുന്നത് ഏതോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ സ്കാൻ ചെയ്യാം, അതൊക്കെ അങ്ങോട്ട് ഓരോ മേലെ അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ട് ഇന്നാണ് ഞാൻ കുടുങ്ങി. എനിക്ക് പറ്റില്ല. ഒന്നാമതേ അവിടെ പോയി വരാമെന്ന് എനിക്ക് ഒന്നും അറിയാത്തതുകൊണ്ട് എനിക്ക് പറ്റില്ല. അവനെ വിളിച്ച് ഞാൻ പണിക്കൊന്നും ചിലപ്പോൾ പോയിട്ടുണ്ടാവും, അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞാലും മതി. വിളിച്ച് പറഞ്ഞു ബൈക്കിൽ വരില്ല കണ്ടു. അല്ലാണ്ട് ഇതിനെ പറ്റി നമുക്ക് അറിയില്ല. നല്ല പനിക്കിനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. എന്താന്നാ ഇനിയിപ്പോ ഇത് കൂടിയാലോ, ഞാൻ വന്ന് പറയില്ല നിങ്ങൾ രണ്ടാളുണ്ടായിട്ടൊന്ന് ഡോക്ടർക്ക് കൊണ്ടുപോകായിരുന്നില്ലേന്ന്. അതല്ല, നല്ല പനിക്കുണ്ട് പെൺകുട്ടിക്ക്, മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നു. എന്നാ ഞാനേ അവനിക്കൊന്ന് വിളിക്കട്ടെ. വിളിച്ചു പറയുന്നോ? എന്നാ ഞാൻ അവനിക്കൊന്ന് വിളിച്ച് പറയുന്നോ? വേഗം പറയട്ടെ. ആ മോളെ, ഇത് ഷെഫിമോനക്കൊന്ന് വിളിച്ചെന്നേ. ഷെബിക്കാക്കോ? എന്തിനാ? അവനൊന്ന് വരാൻ പറയാനാ, എന്നെ ഒന്ന് ഡോക്ടർക്ക് കൊണ്ടുപോകാനേ. അല്ലമ്മ ഉപ്പാന്റെ അടുത്ത് പറയും. ഉപ്പാക്ക് ആസ്പത്രിയിൽ പോയാല് ചിലപ്പോ പല ടെസ്റ്റ് ചെയ്യാനോ എന്തെങ്കിലും കൊടുക്കുമ്പോഴേ ഉപ്പാക്ക് ഇംഗ്ലീഷല്ലേ മോളെ, അതിനെങ്ങനെ വായിക്കാൻ അറിയില്ലല്ലോ. ഇന്നാളെ തന്നെ പോയിട്ട് നാണം കെട്ട പോലെ ആയിട്ട് ഓരോ ഭാഗത്തേക്ക് പറഞ്ഞാക്കുമ്പോ എനിക്കൊന്നും അറിയില്ല. ഇവിടെ പോയാൽ പറയാം അങ്ങോട്ട് പോയാൽ പറയാം അവിടെയാണ്, ഇങ്ങനെ പറയും. അപ്പൊ അവന് വന്നാലും അവന് നീ കൂടി പോകാലോ എന്ന് വെച്ചിട്ട് ഉപ്പാനെയൊന്നും വിളിക്കണ്ടമ്മ. അതെന്താ അവര് വിളിക്കണ്ടെന്ന് പറയണത്? ഒന്നുമില്ലമ്മ, എന്തായാലും ഇക്ക അവിടുന്ന് പണിക്ക് പോയതല്ലേ, പിന്നെ തിരിച്ചു വിളിക്കാനും നിൽക്കണ്ട. പിന്നെ നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞാല് വരുന്നൊന്നും എനിക്ക് തീരെ ഉറപ്പില്ല. അങ്ങനെയുള്ള ആളാണെങ്കിൽ ഇന്നലെ രാത്രി ഞാൻ അത്രയും പനിച്ച് കിടക്കുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും പോകണമെന്നോ എന്നാ രാവിലെ എനിക്ക് പോകാമെന്നോ എന്തെങ്കിലും പറയണ്ടേ. എൻ്റെ അടുത്ത് പോലും നേരങ്ങത്തിലും മിണ്ടണില്ല. അങ്ങനെയുള്ള ആളെ എന്തിനാ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉമ്മ വിളിക്കാൻ നിൽക്കുന്നു? എനിക്കൊരു ഗുളിക കഴിച്ചാൽ മാറാനുള്ളത് തന്നെ ഉള്ളൂ. അതിനുള്ള പണിയൊക്കെ തന്നെ ഞാൻ കാണുള്ളൂ. അതിനിപ്പോ ഇക്കാനെയൊന്നും ഇങ്ങോട്ട് വിളിച്ചു വരുത്തൊന്നും വേണ്ട. അവൻ ആ ജോലി തിരക്കില്ല, അതൊക്കെ മറന്നിട്ടുണ്ട്. അതൊക്കെ നീ ഒരു കാര്യം മറ്റെടുക്കാണ്. കുട്ടി പണിയെടുത്ത് ക്ഷീണിച്ചു വന്ന് കിടക്കുകയല്ലേ, ചിലപ്പോ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. അല്ലാണ്ട് നിന്നെ ശ്രദ്ധിക്കാണ്ടൊന്നുമല്ല. അതൊന്നും ഒരു കാര്യമായിട്ട് നീ എടുക്കാണ്. വിളിച്ചു തന്നെ കേട്ട എന്റെ കുട്ടി ഓടി എത്തും. അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. ഞാൻ വിളിക്കണ്ടോ ഉമ്മാന്റെ ഇഷ്ടം. അടിക്കണ്ട് കുട്ടി പോയിക്കൊണ്ടിരിക്കുന്ന ഞാൻ എത്തിയവ. ഹലോ. മോനെ ഉമ്മയാണ്. എന്തുമ്മ പറയുമ്മാ? ഷാരിക്കുട്ടിക്ക് വയ്യയുടെ മുന്നേ നല്ല പനിച്ച് വരച്ച് കിടക്കണ്. അത് വയ്യ? അത് ഇന്നലെ എന്തുമ്മ എങ്ങനെ അറിഞ്ഞു? ഞാനിപ്പോ 6 മണിക്ക് എണീക്കുന്ന കുട്ടിയല്ലേ, കാണാനില്ല. വല്ലൊന്നുമില്ല. ഈ പോകുമ്പോഴും എണിച്ചിട്ടില്ല. എന്നും അവളിൽ എണിച്ച് ചോറ് വെച്ചാലും ചായ ഒക്കെ ഉണ്ടാക്കി തരല് പറഞ്ഞിട്ടാണ് ഉമ്മ നേരം വൈകിയത്. അപ്പൊ ഞാൻ എണിച്ച് നോക്കുമ്പോ ആള് എണിച്ചിട്ടേ ഇല്ല. ബാഗൊക്കെ പോയി നോക്കണം, ആരും കാണാൻ തന്നെ ഇല്ല. പിന്നെ റൂം തുറന്ന് നോക്കുമ്പോ പൊതച്ചു മൂടി കിടക്കണു. ഇല്ലമ്മ, ഞാൻ ഇന്നലെ രാത്രി നോക്കിയപ്പോഴും നല്ല പനിക്കണ പോലെ ഉണ്ടായിരുന്നു. ഞാനപ്പോ എന്ത് ചെയ്ത്, എനിക്ക് പകരണ്ടാന്നിട്ട് ഞാൻ അങ്ങോട്ട് മാറിക്കിടന്നു. അതല്ലമ്മ, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? പനിയാവണമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോയിരുന്നില്ല എന്നാ? അല്ലെങ്കിൽ എന്തെങ്കിലും പാരസിറ്റമോളോ എന്തെങ്കിലും ഞാൻ കൊടുക്കായിരുന്നു, അത് മാറും. അതൊക്കെ ഇപ്പൊ ക്ലൈമറ്റിന്റെ അല്ലമ്മ. ഇന്ന് കണ്ടില്ലേ രാവിലെ എന്ത് മഴയാ. ചിലപ്പോ മഴയാ തണുപ്പാ വന്നതിന്റെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതൊന്നും കാര്യാക്കണ്ട. എന്തെങ്കിലും ചുടുവെള്ള, ചുക്ക് കാപ്പിയാ അല്ല പാരസിറ്റമോൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്കുക, അതൊക്കെ മാറിക്കോളും. എനിക്കതൊന്നും പറയല്ല. ഇപ്പോഴത്തെ പനിയൊന്നും വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. നല്ല പനിക്കെന്ന് പറയുമ്പോ ചുക്ക് കാപ്പി അത് ഇതും കൊടുക്കാൻ പറയണ. ഉപ്പ അടുത്ത് ഡോക്ടർക്ക് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോ ഉപ്പ പറഞ്ഞു ആസ്പത്രിക്ക് പോയാലേ എനിക്ക് തന്നെ പറ്റില്ല. ഉപ്പാക്കും അറിയില്ല. പിന്നെ എങ്ങനെ മോനെ അവിടെ ഒക്കെ ഇവിടെ പോകാൻ പറഞ്ഞ ഒരു ടെസ്റ്റിന് അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോ, ഓരോ ഭാഗത്ത് ഇംഗ്ലീഷും അതും ഇതൊക്കെയാണ്. എനിക്കങ്ങനെ അറിയില്ലടി. നീ അവനെ വിളിക്കുന്നു പറഞ്ഞപ്പോ ഞാൻ നിനക്ക് വിളിച്ചാണ്. നീ ഇങ്ങോട്ട് വായോ, അവിടെ എത്തിയിട്ടൊന്നും ഇല്ലല്ലോ. അവള് വിളിച്ചു പറഞ്ഞിട്ട് നീ ഇങ്ങോട്ട് വരാൻ നോക്കൂ. വയ്യാണ്ട് ഡോക്ടർക്ക് കൊണ്ടുപോകാൻ പറയുമ്പോ ചുക്ക് കാപ്പി വെച്ച് കൊടുക്കാനാ പറയുന്നത്. ഉമ്മ എന്തിട്ട് ഈ പറയണത്? ഞാൻ അങ്ങോട്ട് വരിക. ഞാൻ ഇപ്പൊ ഇവിടെ ജോലി സ്ഥലത്ത് എത്താനായി. ഒരു ലീവ് എന്നൊക്കെ പറയുമ്പോഴേ വല്ലാത്ത തലവേദന ഉള്ള പരിപാടിയാണമ്മ.
ലീവ് ഒന്നും അങ്ങനെ കമ്പനിയിൽ എടുക്കാൻ പറ്റില്ല. ജോലി സ്ഥലത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ തിരിച്ചു വരുന്നത്? ഞാൻ എന്തായാലും പഠിക്കലെത്താനായി. ഇപ്പൊ പനിയല്ലേ, അല്ലാണ്ട് വേറെ ഒന്നും അല്ലല്ലോ. വല്ല പാരസെറ്റമോളോ കഞ്ഞി എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് അത് മാറ്റാൻ നോക്ക്. അല്ലെങ്കിൽ പിന്നെ വല്ല അടവ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, പനിയൊന്നും ആയിരിക്കില്ല. അല്ല പിന്നെ ഇത് ഇടക്കിടക്ക് ഒരാഴ്ച 2-3 വട്ടം പനി വരാൻ എന്തത് അങ്ങനെയൊക്കെ വരുന്നവർക്ക് അത് അടവായിരിക്കും, അല്ലാണ്ട് ഒറിജിനൽ പനിയൊന്നും ആയിരിക്കില്ല. എന്താ മോനെ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റണ്? തുള്ളി വറക്കണ പോലെ ആ കുട്ടിക്ക് എടുക്കണ്. എന്നിട്ട് ആ കുട്ടിയോട് പറയണ നോക്കി, നീ എന്തിങ്ങനെ കുറെ വിഷമം അവള് പറഞ്ഞിട്ടാ. എനിക്കിതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ നീ പറയാണ് അടവാണ് എന്തിട്ട് നീ പറയണ നീ? ആ കുട്ടി കേക്കണ്ടട്ടോ, അവൾക്ക് ഭയങ്കര സങ്കടാകും. എന്ത് സങ്കടം? ഞാനൊന്നും വരുന്നില്ല. ഉമ്മ പോകാനെങ്കിൽ ഉപ്പാനെടുത്താ അല്ലെങ്കിൽ ഉമ്മയാ ആരെങ്കിലും ഒക്കെ പോയിക്കോ. എന്നെ എന്തിനാ വെറുതെ ഇങ്ങനെ ഉപദ്രവിക്കണേ? അങ്ങനെ പറയില്ല നീ. ഉപ്പാക്ക് പറ്റില്ല എന്ന് പറഞ്ഞതല്ല, കൊണ്ടുപോവാ ഉപ്പാക്ക് വയ്യാണ്ടല്ല. അവിടെ പോയാലും ഓരോ ടെസ്റ്റുകൾക്ക് അവര് പറയുമ്പോ അതും കൊണ്ട് അങ്ങോട്ട് ഏതാണ് എന്താണെന്ന് ഉപ്പാക്ക് അറിയാത്തത് കൊണ്ടാണ്. ഉപ്പാക്ക് ഇംഗ്ലീഷ് നിങ്ങളെ പോലെയൊക്കെ അറിയാണെങ്കിൽ ഇപ്പൊ പോകൂലേ? മോനൊരു കാര്യം ചെയ്യ്, നീ ഫോണിൽ കൂടി തർക്കിക്കാൻ നിൽക്കണ്ട. നീ ഇങ്ങോട്ട് വരാൻ നോക്ക്. എന്നിട്ട് നീ സാറിന് വിളിച്ച് പറയേ, ഒരു ദിവസത്തെ പണിയല്ലേ മോനെ, എന്തൊരു പനി പനിക്കണെന്ന് അറിയാം കുട്ടിക്ക്. നീ പറഞ്ഞിങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ നോക്ക്. നീ ഒന്നും പറയണ്ട. അതെ, നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ഒരു ദിവസമായി പോണത് വയ്യാക അസുഖം പനി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? ഞാൻ അങ്ങോട്ട് വരണേ അപ്പൊ? അങ്ങോട്ട് വായോ. വരാ, അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? എന്റെ ഭാര്യക്ക് വയ്യാണ്ടല്ലേ, നീ അല്ലാണ്ട് പിന്നെ ആരാണ്? ഞങ്ങൾ ഈ വയസ്സായവരാണോ? നീ വന്ന് കൊണ്ടുപോകണ പോലെയാണ്. ഭാര്യക്ക് വയ്യാക ഉണ്ടെങ്കിലല്ലേ അമ്മ വരേണ്ട ആവശ്യമുള്ളൂ. അതെ, അവളെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം, എങ്ങനത്തെ ജാതിയിൽ പെട്ടതാണെന്ന്. അതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കണത്. ഞാൻ അങ്ങോട്ട് വരാം, എന്നിട്ട് വല്ല പനിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. വെറുതെ എന്റെ പണി കളഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാനുണ്ട്. വായോ, നീ ഇമ്മാതിരിയൊന്നും പറയല്ല. ശരി എന്നാ. ശരി. എന്താ ഈ കുട്ടി ഇങ്ങനെ അടവാണ് അതാണ്? പെൺകുട്ടി കേട്ടാ മതിയാ. പെൺകുട്ടി അല്ലാണ്ട് തന്നെ പറഞ്ഞു എനിക്ക് പനി പകരം വേണ്ട താഴത്ത് കടന്നോന്ന്. എന്താ ഈ കുട്ടി ഇങ്ങനെ? എങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. മോളെ എന്തെങ്കിലും കുടിക്ക് എനിക്ക്. ഇവിടെ ഇരിക്കണ്ട. ഞാൻ സഫിമോനിക്ക് വിളിച്ച്. സഫിമോൻ വിളിച്ചപ്പോ എന്തേ പോങ്ങനെ കുട്ടിക്ക് പഞ്ച് പറിക്കണ? മോനെ നീ വായോ എന്ന് പറഞ്ഞപ്പോ അത് അടവാണ്. ഉപ്പാനെ വിളിച്ചിട്ട് പോ. നമ്മൾ ഉപ്പാക്ക് ഇങ്ങനെയൊക്കെ ഇടാ. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് തന്നെ ഉപ്പ അവിടെ പോയിട്ട് ഓരോന്ന് സ്കാൻ ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും ഒക്കെ പറയുമ്പോൾ അതും കൊണ്ട് ഓരോരുത്തരോട് ചോദിച്ചിട്ട് ഇംഗ്ലീഷൊക്കെ അല്ലേ, ഉപ്പാക്ക് അങ്ങനെ വായിക്കാനൊന്നും കിട്ടാത്തല്ലേ എന്ന് പറഞ്ഞപ്പോൾ അത് അടവാകും, അവളെ പറ്റി ഉമ്മാക്ക് അറിയാണ്ടാണ്. എന്ത് കുട്ടി ഇങ്ങനെയൊക്കെ? ഇങ്ങനെയാണോ? നല്ല സ്നേഹത്തോടെ ജീവിക്കുന്നതാണ് നമ്മളെ ഇത്. അവള് കുറെ സങ്കടം പറഞ്ഞു. ഇങ്ങനെ പഞ്ച് പറിച്ചിട്ട് പോലും എന്തേന്ന് ചോദിച്ചില്ല സഫിക്ക. താഴത്ത് പായെടുത്തിട്ടിട്ട് കിടന്നുമ്മ, എന്നിട്ട് മുകളിൽ കിടന്നില്ല ഉമ്മാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അത് അവനക്ക് എന്നെ കുട്ടി പണി കഴിഞ്ഞു എന്നിട്ട് ക്ഷീണത്തിൽ കിടക്കുമ്പോ അതൊക്കെ നീ ആലോചിച്ചിട്ടിരിക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് തന്നെ അവളെ ചീത്ത പറയുന്നു. ഇന്ന് അവന്റെ വർത്താനത്തിൽ കേട്ടതാ. ഈ കുട്ടി എന്തെങ്ങനെ? കുട്ടി ഇങ്ങനത്തെ ഇതാണെന്ന് വിചാരിച്ചില്ലെന്ന് തന്നെ. പാവല്ലേ പെൺകുട്ടി? എന്തുമാത്രം എന്ത് പനിയാ പനിക്കണമെന്നറിയോ? അത് വല്ല ജോലി തിരക്കും ആ ടെൻഷൻ കാരണം ചിലപ്പോൾ അങ്ങനെ പറഞ്ഞതാവും. അവൻ എന്തായാലും വരാതിരിക്കില്ല, വരും. ഇപ്പൊ വരുന്നുണ്ട്. വരാൻ പറഞ്ഞേ, വരില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ ഒന്നും പറയാൻ നിൽക്കണ്ട, നീ നമ്മ പറഞ്ഞ് കേട്ടാൽ മതി, ഇങ്ങോട്ട് വരാൻ നോക്ക് നീ എന്ന് പറഞ്ഞു. ശരി എന്നാ വരാന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചു. ഞാനേ അപ്പോഴേക്കും അവളെ പർദ്ദയൊക്കെ ഇട്ടിട്ടേ ഇതാക്കട്ടെ. അപ്പൊ വന്ന വണ്ടിയിൽ തന്നെ പറഞ്ഞേക്കാലോ. മനുഷ്യന്റെ പണി ഇവരൊക്കെ സമാധാനത്തിലിരിക്കും. അമ്മ അവിടെ ഇരിക്കുക. ഒന്നും പറയണ്ട. ഇവിടുന്ന് ചാടി പിടിച്ച് ബസ്സിൽ കയറി പോയ പോലെ തന്നെ തിരിച്ചു വരുന്ന എത്ര ബസ് കാശ് സാരില്ല മുത്തേ. എന്റെ മുകളിൽ പോയി ചെന്ന് നോക്കിക്കേ, എന്തൊരു പനി പനിക്കുന്നറിയാ. ഡ്രസ്സൊക്കെ മാറ്റിച്ചേ, ഡ്രസ്സൊക്കെ മാറിയിട്ടുള്ള കുട്ടി ഇരിക്കണം. നീ പോയേ. എന്ത് പനി? ആർക്ക് പനി? സാരിക്കുട്ടി സഫിമോൻ വന്നിട്ടുണ്ട്, അവന്റെ കൂടെ പോവാൻ നോക്കിട്ടാ. ഇതിപ്പോ വരമ്മ. അല്ല, എന്ത് പനി സാലിക്കുട്ടിക്ക്? ഞാൻ ഇത് എത്ര ദൂരത്തുനിന്നാ വരുന്നറിയോ? എന്റെ ഒരു ദിവസത്തെ പണി പോയി കഴിഞ്ഞാൽ എത്ര നഷ്ടമാണ്. എന്താന്ന് മനസ്സിലാവാത്തത്? ഇല്ല പിക്ക, ഞാൻ വേണ്ടാന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമ്മയാണ് എന്നോട് നിർബന്ധിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് റെഡി ആവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് വലിയ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്തിനാണ് ഉമ്മാൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കണത്? രാത്രി മാറി കിടന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉമ്മ ഫോൺ വിളിച്ച് പറഞ്ഞല്ലോ. ഇന്ന് ഇവിടെ നടക്കണ ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഞാൻ കള്ളനായിക്കോട്ടെ അല്ലെ ഉമ്മാന്റെ മുമ്പില്? അങ്ങനെ വിചാരിച്ചിട്ട് പറഞ്ഞൊന്നുമല്ല.
നിങ്ങൾ തന്നെയല്ലേ ഇന്ന് പനി പകരണ്ടെന്ന് വെച്ചിട്ടല്ലേ നിങ്ങൾ താഴത്തേക്ക് ഇറങ്ങി കിടന്നത്. താഴത്തേക്ക് ഇറങ്ങി കിടന്നിട്ടുണ്ടെങ്കിൽ നിന്റെ അടവിനെ കുറിച്ചൊക്കെ എനിക്ക് അറിഞ്ഞൂടെ. ഈ വീട്ടില് പണിയെടുക്കണ്ടെന്ന് പറഞ്ഞിട്ടല്ല നീ എപ്പോ നോക്കിയാലും പനി പനി എന്ന് പറയണത്. ഈ ആഴ്ചയിൽ തന്നെ എത്ര പനി പിടിച്ചു നിനക്ക്? 3 പനിയാ? ഇതെന്തത് പനിക്കാലമാ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടണത്? അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക, ഇതൊക്കെ അടവ് തന്നെയാ. അല്ലാണ്ട് ഇതെപ്പോ തൊട്ടാലും പിടിച്ചാലും പനി പനി എന്ന് പറയുമ്പോ നേരെ ഹോസ്പിറ്റലിലേക്ക് എടുത്തിട്ട് പോണ. അതിന് മാത്രം എന്ത് പനി? ഉമ്മ വിളിച്ചിട്ട് പറയണോ, അയ്യോ മോനെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, പനിക്കുന്നു, കൈ പൊള്ളി, അങ്ങനെയായി ഇങ്ങനെയായി. എന്താ ഇത് ഇവിടെ നടക്കണത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. എന്തിനാ ശ്രദ്ധിക്ക അങ്ങനെ പറയണ്? എനിക്ക് കുടുംബത്തില് പണിയെടുക്കാൻ ഒരു മടിയും ഇല്ല ശ്രദ്ധിക്ക. എനിക്ക് വൈക്കുമ്പോ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യണില്ലേ. ഉമ്മ ഇന്നേ വരെ എന്നെ കുറിച്ച് എന്തെങ്കിലും ഒരു കുറ്റമായിട്ട് നിങ്ങളെ ഉമ്മയും ഒപ്പം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ കണ്ണിൽ എന്നും ഞാനൊരു കുറ്റക്കാരിയായിട്ട് നിൽക്കേണ്ട അവസ്ഥ എന്താന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരു ആഴ്ചയിൽ 3 പനി എന്ന് പറഞ്ഞാൽ എനിക്ക് വയ്യാത്തോണ്ടാണ് ഞാൻ ഈ വയ്യാന്ന് പറഞ്ഞ് കിടക്കണത്. ആ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ വന്നിട്ട് ഞാൻ എന്താ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാ എന്താണ് ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോയി കാണിക്കുന്നൊക്കെ? ഒന്നും ഞാൻ പറയാൻ നിന്നില്ലല്ലോ. ഇപ്പൊ ഉമ്മ നിർബന്ധിച്ചിട്ടല്ലേ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്ന? അതും ഇല്ലല്ലോ. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തി പറയണ്? അതെ, എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നിന്നെ കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, മനസ്സിലായില്ലേ? എന്തിനാ ഇപ്പൊ ഒരുങ്ങി നിക്കണത് പറഞ്ഞിട്ടിട്ട്? ആര് കൊണ്ടുവന്ന് വെച്ചിട്ടാ ഞാനാ? നിന്നെ കൊണ്ടുപോകാനാണല്ലോ ഞാനിപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഉമ്മ അത്രയും പറഞ്ഞ കാരണം നിന്റെ അടവ് എന്തിട്ടാ നീ ഇവിടെ കാണിച്ചു കൂട്ടണെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ. നീയേ വേണമെങ്കിൽ ഒറ്റയ്ക്ക് പോയിക്കോ. ഉമ്മക്ക് ഉപ്പാക്ക് അറിയില്ല എന്നല്ലേ പറഞ്ഞു. വേണമെങ്കിൽ ഒറ്റയ്ക്ക് പോയിക്കോ, എനിക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. വേണ്ട, ഞാൻ ഹോസ്പിറ്റലിലേക്കും ഇല്ല എങ്ങോട്ടും ഇല്ല. പനി വന്നിട്ട് എന്തെങ്കിലും പറ്റിയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ കാര്യം നോക്കിയിട്ട് പോയിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. എന്ത് വിരിഞ്ഞ് ഇറങ്ങിയില്ലേ? സാലിക്കുട്ടി എന്ത് നീ ഇങ്ങനെ ഇരിക്കണ്? ഞാൻ എങ്ങടെ ഇറങ്ങാനമ്മ? ഇക്ക ഹോസ്പിറ്റലിലേക്കൊന്നും പോകണ്ട, അതെന്റെ അടവാണെന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഞാൻ വിളിച്ചു. ഞാനൊന്നും എവിടേക്കില്ല, പർദ്ദ മാറ്റി വെക്കാൻ നിക്കാണ് ഞാൻ. നീ ഒന്ന് മാറ്റണ്ട, അങ്ങനെ പറഞ്ഞാവേ. നിന്റെ അടവാണ്. അപ്പൊ തൊട്ടൊന്നും നോക്കിയില്ലേ? ഇങ്ങോട്ട് വന്നേ, വേണ്ടമ്മ. ഞാൻ എന്താ അവർക്ക്? അല്ല, നല്ലതാണ് എന്തിനാ വിളിച്ചു വരുത്തിച്ചത്? നീ അവളെ ഡോക്ടർക്ക് കൊണ്ടുപോകാനല്ലേ? ഇവിടെ ഒന്നിനും മിണ്ടാണ്ടിരിക്കാനാണോ? എന്തുമാത്രം പനിക്കരുത് നിന്നോട് പറഞ്ഞല്ലേ? പനിയൊന്നും കാണില്ല. മാന്റെ മോൻ കണ്ട പനി ഇങ്ങനെ പൊളിച്ച് നിന്റെ മുന്നിൽ കാണിച്ചു തരാനൊന്നും പറ്റില്ല. നീ ഡോക്ടർക്ക് കൊണ്ടുപോ, ഡോക്ടർ കണ്ടുപിടിക്കും, നീ കണ്ടുപിടിക്കണ്ട. പോയേ ബൈക്കിൽ കൊണ്ടുപോയിട്ട് വന്നേ. ഉമ്മാർന്ന് പറഞ്ഞാ മനസ്സിലായില്ല. നീ ഉമ്മാനെ മാറ്റി വെച്ചിരിക്കും. ഉമ്മാനെ മാറ്റിന്. നീ ആവശ്യമില്ല പെൺകുട്ടിനെ ഓരോന്ന് ഇതാക്കണ്ട നീട്ടാ. പോയിട്ട് വരാം. എന്താ നിന്റെ സ്വഭാവം ഇങ്ങനെ മാറിപ്പോയി? ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അല്ലാണ്ട് കാണിക്കുന്നു കുട്ടി കിടന്നിട്ട്. പോയിട്ട് വരും രണ്ടാളും.